സത്യത്തിൽ നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡ് എന്നൊന്നില്ല. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു കരളിൽ എങ്ങനെയാണ് യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് എന്നുള്ളത്. യൂറിക് ആസിഡ് ഒരു ആസിഡ് ഫോമാണ്. നമ്മുടെ രക്തം ഒരു അല്പം ആൽക്കലൈൻ ആണ്. കരളിലുണ്ടാകുന്ന ഈ യൂറിക് ആസിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ 99.9% യൂറിക് ആസിഡും തൽക്ഷണം തന്നെ മറ്റൊരു ഫോമായ മോണോസോഡിയം യൂറേറ്റുകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ സിംപ്ലി യൂറേറ്റ്സുകളായി മാറുന്നു. ഒരു നിമിഷം പോലും നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡായിട്ട് അത് നിലകൊള്ളുന്നതേയില്ല. അതുകൊണ്ട് ഇനി മുതൽ യൂറിക് ആസിഡ് അല്ല, യൂറേറ്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ ഈ കാലിലെ വേദനയൊക്കെ എങ്ങനെ വരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇത് ഞാനൊരു ഉദാഹരണ രൂപത്തിൽ പറഞ്ഞു തരാം. ഇത് ഉപ്പാണ്. ഒരു സ്പൂൺ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് അത് കലങ്ങും. എന്നാൽ കൂടുതൽ ഉപ്പ് അതേ ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കലക്കി കഴിഞ്ഞാൽ വെള്ളം കലങ്ങി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് താഴെ അടിയാൻ തുടങ്ങും. ഈ സൊല്യൂഷനെ അല്ലെങ്കിൽ ഈ വെള്ളത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതുപോലെ തന്നെ തിളച്ച വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഉപ്പിനെ അലിയിക്കാൻ സാധിക്കും. അതേസമയം തണുത്ത വെള്ളത്തിലാണ് ഞാൻ ഉപ്പ് കലക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഉപ്പിനെ എനിക്ക് അലിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് യൂറേറ്റ്സിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. യൂറേറ്റ്സും ഉപ്പ് പോലെ തന്നെയാണ്. നിങ്ങളുടെ സിറം യൂറിക് ആസിഡ് ലെവലിൽ 8, 9, 10 പോലെ ഹൈ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ രക്തം ഇപ്പോൾ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു. എങ്ങനെയാണോ വെള്ളത്തിൽ അലിഞ്ഞുകൊണ്ടിരുന്ന ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിയപ്പോൾ വെള്ളത്തിൽ അലിയാതെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയത്, അതുപോലെ തന്നെ യൂറേറ്റ്സ് രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ രക്തത്തിൽ അലിയാതെ അത് കെട്ടിക്കിടക്കാൻ തുടങ്ങും. കെട്ടിക്കിടക്കുന്നു എന്ന് വിചാരിച്ചത് ക്രിസ്റ്റലൈൻ ഫോം ആകണമെന്നുണ്ടോ? ഇല്ല. ക്രിസ്റ്റലൈൻ ഫോം ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ രക്തത്തിലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ മാത്രം. നമ്മുടെ ബോഡിയുടെ കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ നമ്മുടെ കാലുകളിലെ ടെമ്പറേച്ചർ പലപ്പോഴും കോർ ടെമ്പറേച്ചറിനേക്കാൾ 1-2 ഡിഗ്രി കുറവായിരിക്കും. ഏറ്റവും ദൂരം കൂടിയ ഭാഗത്ത് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കും. കാലിലെ തള്ളവിരലിലാണ് ഏറ്റവും ദൂരം കൂടിയ ഭാഗം. അവിടെ 2 ഡിഗ്രിയോളം താഴെ ആയതുകൊണ്ട് തന്നെ കെട്ടിക്കിടക്കുന്ന യൂറേറ്റ്സുകൾ ക്രിസ്റ്റലൈൻ ഫോം ആവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് കാലിലെ തള്ളവിരലാണ്. അതുകൊണ്ടാണ് ഈ യൂറേറ്റ്സുകളുടെ അളവ് കൂടുമ്പോൾ തള്ളവിരലിൽ വേദന വരുന്നത്. നിങ്ങൾക്ക് സിറം യൂറിക് ആസിഡ് ലെവൽ വളരെ കൂടുതലായിരിക്കാം. നിങ്ങൾക്ക് യാതൊരുവിധ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല, എസിംപ്റ്റമാറ്റിക് ആയിരിക്കാം. എന്നിരുന്നാലും ഭാവിയിൽ അത് പ്രശ്നമുണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതുതന്നെയാണ്. രക്തം സാച്ചുറേറ്റ് ആവാതെ നോക്കുക, യൂറേറ്റ്സുകൾ കാലിൽ ക്രിസ്റ്റലൈൻ ഫോമിൽ ആകാതെ നോക്കുക. രക്തം സാച്ചുറേറ്റഡ് ആകാതിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം വെള്ളം കുടിച്ചാൽ സാച്ചുറേഷൻ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തത്, യൂറേറ്റ്സുകൾ കാലിൽ ക്രിസ്റ്റലൈൻ ഫോമിൽ ആകാതിരിക്കണമെങ്കിൽ കാലിലെ ടെമ്പറേച്ചർ കുറയാതെ നോക്കുക. ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് ചെരുപ്പ് ധരിക്കുക. അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് നേരം ജോലി ചെയ്യേണ്ട ആളുകളാണെങ്കിൽ റബ്ബർ ഷൂസ് ധരിക്കുക. ഉറങ്ങാൻ നേരം സോക്സ് ധരിക്കുക. തണുത്ത പ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഷൂസ് ധരിക്കുക. ഇതൊരു ശീലമാക്കാൻ ശ്രമിക്കുക.